പെൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ എന്നൊക്കെ പാടും. അങ്ങനെ ആ ഒരു വരിയാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടെ പൊലിപ്പിച്ച് കുറച്ച് ഫീൽ കൊടുത്ത് പാടും. ഞാൻ നിനക്ക് വേണ്ടി മാത്രം സ്നേഹം തരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ആ വരി മനസ്സിലാക്കി കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാക്കി ഫീൽ കൊടുത്ത് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. കുറച്ച് ഈ മറ്റേ ഭജനയൊക്കെ പാടി അർത്ഥം പറയുന്നത് പോലെയുണ്ട്. നൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കൂൾ. ഓക്കെ ഓക്കെ. അങ്ങനെ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പാടാൻ ശ്രമിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനൊന്നും ഞാൻ നോക്കില്ല, ജസ്റ്റ് പാട്ട് നമുക്ക് മറ്റേ ജഡ്ജസിനെ വേണ്ടിത്തരം ഡാൻസ് കളിക്കണം, ഗോൾഡൻ സ്റ്റാർ അടിക്കണം, 100 കിട്ടണം, ആളുകളെ കരയിപ്പിക്കണം, സന്തോഷം കൊണ്ട്. അതെ അതെ അതെ. ഈ ചിത്രാമ്മയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാളെ പോലെയാണ് അവർ ചേർത്ത് പിടിക്കുന്നത്. അത്രയും ചിത്രാമ്മയുടെ കണ്ണിലൊക്കെ ഒരാളോട് ഇത്രയും ആരാധന, കണ്ണിലൊരു തിളക്കം വരും അവിടെ പാടുന്നത് കൃഷ്ണശ്രീയാണെന്ന് പറയുമ്പോൾ. എന്താ ശരിക്കും ഈ ഇപ്പത്തെ ഈ ഘട്ടത്തില് ചിത്രാമ്മ? കുഞ്ഞിലേ മുതൽ ഞാൻ കേട്ട് വളരുന്ന ചിത്രാമ്മയുടെ പാട്ട്, കേട്ട് പഠിക്കുന്നതൊക്കെ ചിത്രാമ്മയുടെ പാട്ടായിരുന്നു. സോ എനിക്കൊരു ഫസ്റ്റ് ഞാനൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്നു. അപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോഴേ എനിക്ക് ചിത്രാമ്മേനെ കാണാൻ വേണ്ടി പോവാ, അങ്ങനെയായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ ചിത്രാമ്മ എന്നെ കണ്ടിരുന്നു. പിന്നെ വലുതായിട്ട് സ്റ്റാർ സിംഗറിൽ കണ്ടപ്പോൾ ചിത്രാമ്മയ്ക്ക് ആ പണ്ട് കണ്ട കുട്ടി എന്നുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. പിന്നെ എല്ലാവരോടും നമ്മൾ കണ്ടസ്റ്റൻസ് എല്ലാ കുട്ടികളോടും ചിത്രാമ്മയ്ക്ക് ഭയങ്കര. കഴിഞ്ഞൊരു പ്രാവശ്യം വിധുചേട്ടൻ ഒരു പാട്ട് പാടിയപ്പോൾ എന്തോ ഒരു വരിയില്ല, എന്തോ ഒരു വരി എന്തോ മാറി എന്തോ ഒരു വരി ഉണ്ടായിട്ട് ചിത്രാമ്മ അത് സ്റ്റേജിലേക്ക് വന്നു. അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ചിത്രാമ്മ അവിടുന്ന് എണീറ്റിട്ട് അതിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതിങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ചിത്രാമ്മ ഇത് ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് അവിടുന്ന് ഇവിടം വരെ വന്നല്ലോ. പെട്ടെന്ന് നമുക്കൊരു എത്രമാത്രം ഡൗൺ ടു എർത്ത് ആവാന്നൊക്കെയുള്ള ഒരു എക്സാമ്പിൾ ആണല്ലോ അവര്. ഈ മറ്റു ജഡ്ജസ് ഉണ്ടല്ലോ, ഇപ്പൊ വിധു പ്രതാപ്, അദ്ദേഹത്തിന്റെ കൗണ്ടർ അടികൾ നിങ്ങൾ ആക്ച്വലി വിധുചേട്ടനും സിത്താര ചേച്ചിയും ഭയങ്കര അടിപൊളി കോംബോ ആണ്. അവർ രണ്ടുപേരും കൂടി ഉള്ളപ്പോഴാണ് അവിടെ ഏറ്റവും ഷൂട്ടെല്ലാം നമ്മൾ പോയിരുന്ന സമയം പോകുന്ന അറിയില്ല, കാരണം ഭയങ്കര ഫണ്ണായിരിക്കും. വിധുചേട്ടന്റെ കൗണ്ടറുകൾക്ക് മുമ്പിൽ പലപ്പോഴും പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ചിലത് അങ്ങനെയല്ല. ചേട്ടൻ ഭയങ്കര കോൺട്രേഡിയല്ലേ, ഭയങ്കര നമുക്ക് അങ്ങനെ തിരിച്ചൊട്ടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി കളയും പുള്ളി. അദ്ദേഹം ഈ കുത്തൊക്കെ ഫോണിൽ സേവ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചാണ് അതൊക്കെ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അത് അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണോ, ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗ്രൂമിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മെയിനായിട്ടും മീൻസ് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻ അതിന്റെ നടക്കുന്നതൊക്കെ ഗ്രൂമിംഗ് റൂമിലായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കാര്യമാണത്. അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങനെ കുത്തായിട്ട് സേവ് ചെയ്ത ഒരു കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഉള്ളത് പറയാനില്ല. അങ്ങനത്തല്ല, എനിക്കങ്ങനെ അത് ചുമ്മാ ഒരു കോള് വന്നിട്ട്, ഏതോ ഒരു അൺനോൺ കോള് വന്നിട്ട് ഞാനത് സേവ് ചെയ്തില്ല. അതല്ല, അത് ഞാൻ സേവ് ചെയ്ത് കൊറേ നമ്പർ അങ്ങനെ ഉണ്ടോ? ഒരുപാട് ഗേൾസ് ആരാധകർ കുറച്ച് അധികം ഉണ്ട്. അല്ല, അവിടെ നമ്മൾ ഷെഡ്യൂളിൽ പോകുമ്പോഴും കൊറേ പെൺകുട്ടികള് വിധുചേട്ടനെ കാണാനായിട്ട് മെർമെയ്ഡിൽ വരും. എന്നിട്ട് അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയിരുന്ന് വിധുചേട്ടനായിട്ട് കുറെ നേരം സംസാരിക്കും. അങ്ങനെ ഫാൻസ് കുറച്ച് കൂടുതലുള്ളത് വിധുചേട്ടൻ. എന്റെ മാത്രമല്ല കേട്ടോ, അങ്ങനല്ലേ, ചുമ്മാ വരുമ്പോ കാണാൻ. ആരെങ്കിലും ഉപദേശിക്കും ഇവരെ ഈ ഒരു പരിധി വിട്ട് അവരെ അടുപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനല്ലേ, ഞാൻ അങ്ങനെ അധികം പരിധി വിട്ട് അങ്ങനെ അധികം അങ്ങനെ അങ്ങോട്ടും മിണ്ടാനും പോകത്തില്ല. നമ്മളെ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ നമ്മള് മെർമെയ്ഡിൽ വന്നാൽ കാണാന്ന് പറയും, പിന്നെ കാണും, കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകും. അങ്ങനത്തെ ഫാൻ ഗേൾ മൊമെന്റുകളൊക്കെ ഉണ്ടോ ആളുകൾക്ക് ഒരു ദർശനം കൊടുത്തതിന്റെ ഒക്കെ? കാണാൻ വന്നിട്ടുണ്ട്. ഒരാളായിട്ടാണോ, ഒരു കൂട്ടം ആളുകൾ, എങ്ങനെയാണോ?
ഒരാളായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ 2-3 പേരായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് സെൽഫി വേണം, ഒരു കാപ്പി കുടിക്കണം, അത്രേ ഉള്ളൂ. ആ സെൽഫി ഫോട്ടോ എടുത്തിട്ട് പോകും. ഓക്കെ ഓക്കെ. എന്നിട്ട് അവിടെ സ്പോട്ടിലൊക്കെ വെച്ച് പാട്ട് പാടിച്ച അവസരങ്ങളുണ്ടോ? ഇല്ലില്ല. ആ. സ്പോട്ട് ഞാനിങ്ങനെ സ്പോട്ടിൽ അങ്ങനെ ഉം. ഒന്നുമില്ല, അല്ലാണ്ട് ഉം. വന്നിട്ട് ഫോട്ടോ എടുത്തു സംസാരിച്ചിട്ട്. മോളോട് അങ്ങനെ അടുത്ത് വന്നിട്ട് മോളെ പെട്ടെന്ന് ഒരു പാട്ട് പാടുമോ അങ്ങനെയൊക്കെ ആരാധന കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ കുറെ പേര് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏത് സ്ഥലത്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ചോദിക്കും. അത്രയും നമ്മുടെ സ്റ്റാഫ് സിംഗറെല്ലാം അത്രയും കാണുന്ന ആൾക്കാരെ അങ്ങനെ ചോദിക്കുള്ളൂ. ഓ, അപ്പൊ നമുക്ക് ഓ, പാടാനും ഭയങ്കര താല്പര്യമായിരിക്കും. ഓക്കെ ഓക്കെ. അങ്ങനത്തെ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ പറഞ്ഞ മൊമെന്റുകളുണ്ടോ? ഇന്ന് മെർമെയ്ഡിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങള് ട്രെയിനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ആന്റി ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു 2 വരി പാടിത്തരുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ പാടിയെല്ലാം കൊടുത്തു. ഇന്ന് അങ്ങനെ കൊറേ അങ്ങനെ. മോളെ സത്യം പറഞ്ഞ ആളുകളുടെ ഒരു ഭയങ്കര ഈ ജെമ്മായിട്ടും അല്ലെങ്കിൽ ഭയങ്കര റയർ ആയിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാ കരുതുന്നത്. അപ്പൊ ആളുകൾ പറയോ, ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നവരുണ്ടോ? അത് ഓൾവേസ് എന്റെ അച്ഛൻ എപ്പം പറയും. പണ്ടേ എന്നോട് പറയുന്നതാണ് നമ്മൾ സിംപ്ലിസിറ്റി ചിത്രാമ്മയെ കണ്ടിട്ട് പഠിക്കണം എന്നുള്ളത് പണ്ട്. പിന്നെ ഇപ്പം പറയും ലൈക്ക് ഞാൻ ചിലപ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഞാൻ ചിലപ്പോ ദൂരെ ആണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ പറയും, അല്ല അവരെ വിളിച്ച് ഓരോട് ചിരിക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെയൊന്നും പറയും. റിയാലിറ്റി ഷോ ജേർണി തുടങ്ങിയതിനു ശേഷം ബാക്കി ഇപ്പോ കൃഷ്ണയുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മിസ് ആവും കൂടി ഉണ്ടാവും. ചിലപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാതില്ല, അല്ലെങ്കിൽ പ്രൈവസി കുറെ നഷ്ടപ്പെടും. ചിലപ്പോ ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ കുറെ ആൾക്കാർ ഓടി വരും. ഈ പറഞ്ഞ പോലെ കുട്ടികള് സ്വന്തം പ്രായമുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള സമയം മിസ്സാവും. ഇതൊക്കെ വിഷമം ഉണ്ടാക്കാറുണ്ടോ? അതെ, എനിക്ക് ഏറ്റവും മിസ്സായത് എന്റെ സ്കൂൾ ഡേയ്സ് ആണ്. എനിക്ക് ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഒരു 6th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് റിയാലിറ്റിയിൽ ഇങ്ങനെ ആയത്. അപ്പോൾ ഓരോ റിയാലിറ്റി കഴിയുമ്പോൾ വിചാരിക്കും, ഇല്ല ഇനി ഞാൻ റിയാലിറ്റിയിലൊന്നും പോലെ എനിക്ക് ഇനി സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല. വീണ്ടും നെക്സ്റ്റ് റിയാലിറ്റി കാണുമ്പോൾ ഇതിൽ പോകണം. സ്റ്റാർ സിംഗറിൽ പിന്നെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ. ഏഷ്യനെറ്റിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകണം. അപ്പൊ നിങ്ങളുടെ ഞാൻ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ പാട്ടിനും എന്തൊക്കെ നടന്നു കുറച്ചൊക്കെ ഞാൻ പാടിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നാലും ഈ വെള്ളാരം കുന്നിലേറി അത് ഭയങ്കര ഐക്കോണിക് ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തൊരു പാട്ടാണല്ലോ. അതിന് പിന്നിൽ എന്തൊക്കെയാ നടന്നത്? അതിന് പിന്നിൽ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പെർഫോമൻസ് വരെ എന്തൊക്കെയാ സംഭവിക്കുക? ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞത് ആ പാട്ട് പാടരുത്. ആ പാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് അത് അവര് തന്ന സോങ് ആണ്. അവിടെ നിന്നുള്ള റെക്കമെൻഡേഷൻ. അതില് എന്തൊക്കെയാ ശ്രമകരമായിട്ടുണ്ടായിരുന്ന ഏരിയ പാട്ടില്? അന്ന് ആക്ച്വലി 2 പാട്ടുണ്ടായിരുന്നു ആ ഷെഡ്യൂള്. അപ്പം ഒന്ന് മറ്റേ ഇംപ്രവൈസേഷൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ അറ്റൻഷൻ അതിന് കൊടുത്തു. അപ്പൊ നമ്മൾ ആ പാട്ട് നമ്മൾ അങ്ങനെ കുറെ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പാടിയിട്ടോ പ്രാക്ടീസ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ള പാട്ട് പാടി. 2 പേര് പാടാൻ പറ്റുമോ? ഈ പാടാതെ വഴിയില്ലല്ലോ. കുട്ടി ഭയങ്കര നിഷ്കളങ്കയാണ്.